നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ റൗണ്ടിലെ പ്ലേ ഓഫ് മത്സരങ്ങളും കഴിഞ്ഞല്ലോ. ഇന്നലെ 6 ടീമുകൾ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയതോടുകൂടി 48 ടീമുകളുടെ ലിസ്റ്റും ഫില്ലായി. ഗ്രൂപ്പുകളെല്ലാം പൂർണ്ണമായി. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത ആർക്കാണ് കൂടുതൽ? ഇപ്പോൾ സ്കോർ 90 അതിൻ്റെ ഒരു കണക്ക് ബുക്ക് മേക്കേഴ്സ് ഓടൊക്കെ വെച്ചുകൊണ്ട് പുറത്തു വിടുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, സൗത്ത് കൊറിയ, അതുപോലെ ചെക്ക് റിപ്പബ്ലിക്, സൗത്ത് ആഫ്രിക്ക ടീമുകളാണുള്ളത്. ഇതിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ ഏറ്റവും അധികം സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ആതിഥേയരായിട്ടുള്ള മെക്സിക്കോക്ക് തന്നെയാണ്. 49% പ്രോബിലിറ്റി. പിന്നെ സൗത്ത് കൊറിയക്കും അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കിനും 21% സാധ്യത കണക്കാക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് 5% സാധ്യത മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ സ്വിറ്റ്സർലൻഡും കാനഡയും ബോസ്നിയയും ഖത്തറും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ ഏറ്റവും അധികം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിനാണ്. 54%, കാനഡയ്ക്ക് 25%, ബോസ്നിയയ്ക്ക് 19%, ഖത്തറിന് 5%മാണ് കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ ബ്രസീലും മൊറോക്കോയും സ്കോട്ട്ലൻഡും ഹെയ്റ്റിയുമുള്ള ഗ്രൂപ്പാണ്. ഇതിൽ ഏറ്റവും അധികം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ബ്രസീലിനാണ്. 78%, മൊറോക്കോക്ക് 19%, സ്കോട്ട്ലൻഡിന് 3%, ഹെയ്റ്റിക്ക് 1% കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ തുർക്കി, USA, പരാഗ്വേ, ഓസ്ട്രേലിയ ടീമുകളാണുള്ളത്. ഏറ്റവും അധികം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് തുർക്കിയേക്കാണ്. 43%. അതുവരെയായിട്ടുള്ള USAക്ക് 38%, പരാഗ്വേക്ക് 16%, ഓസ്ട്രേലിയക്ക് 6%മാണ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ ജർമ്മനിയുണ്ട്, ഇക്വഡോറുണ്ട്, ഐവറി കോസ്റ്റ് ഉണ്ട്, കുറസാവോ ഉണ്ട്. സോ ജർമ്മനിക്കാണ് ഏറ്റവും അധികം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. 72%, ഇക്വഡോറിന് 19%, ഐവറി കോസ്റ്റിന് 8%, കുറസാവോക്ക് 1%മാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സും ജപ്പാനും സ്വീഡനും ടുണീഷ്യയും ഉണ്ട്. ഏറ്റവും അധികം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് നെതർലൻഡ്സിനാണ്. 59%, ജപ്പാൻ 26%, സ്വീഡന് 13%, ടുണീഷ്യക്ക് 4%മാണ് കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ജിയിലേക്ക് പോയാൽ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡ് ടീമുകളാണുള്ളത്. ഇതിൽ ഏറ്റവും അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യത, ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ബെൽജിയത്തിനാണ്. 70%, ഈജിപ്തിന് 20%, ഇറാന് 4%, സ്വിറ്റ്സർലൻഡിന് 3%മാണ് കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് എച്ചിൽ സ്പെയിനുണ്ട്, ഉറുഗ്വായ് ഉണ്ട്, സൗദി അറേബ്യയുണ്ട്, കേപ്പ് വെർഡെയുണ്ട്. മികച്ച ഗ്രൂപ്പാണ്. ഇതിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ ഏറ്റവും അധികം സാധ്യത കണക്കാക്കിയിരിക്കുന്നത് സ്പെയിന് തന്നെയാണ്. 79%, ഉറുഗ്വായ്ക്ക് 16%, സൗദി അറേബ്യക്ക് 4%, അതുപോലെ തന്നെ കേപ്പ് വെർഡെക്ക് 2%മാണ് കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഐയിലേക്ക് പോയാൽ ഫ്രാൻസ് ഉണ്ട്, നോർവേ ഉണ്ട്, സെനഗലുണ്ട്, ഇറാഖുണ്ട്. ഇതിലേറ്റവും അധികം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കിലിൻ എംബാപ്പയുടെ ഫ്രാൻസിനാണ്. 68%, നോർവേക്ക് 23%, സെനഗലിന് 10%, ഇറാഖിന് 2%മാണ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ജയിലേക്ക് വന്നാൽ അർജൻറ്റീനയുടെ ഗ്രൂപ്പാണ്. അർജൻറ്റീന, ഓസ്ട്രിയ, അൾജീരിയ, അതുപോലെ ജോർഡാൻ ടീമുകളാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. ഇതിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ ഏറ്റവും അധികം സാധ്യത തീർച്ചയായിട്ടും അർജൻറ്റീനയ്ക്ക് തന്നെയാണ്. അതിലാർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. അർജൻറ്റീനയുടെ സാധ്യത 77%, ഓസ്ട്രിയക്ക് 18%, അൾജീരിയക്ക് 4%, ജോർഡന് 1%വും കണക്കാക്കിയിരിക്കുന്നു. ഗ്രൂപ്പ് കെയിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് കെയിലാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ടീമായ പോർച്ചുഗൽ, അതുപോലെ തന്നെ കൊളംബിയ, പിന്നെ അതോടൊപ്പം തന്നെ ഉസ്ബെക്കിസ്ഥാൻ, DR കോങ്കോ ടീമുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഇതിൽ ഏറ്റവും അധികം ചാമ്പ്യന്മാരാവാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് പോർച്ചുഗലിനാണ്. 64%, രണ്ടാമത് 32%വുമായിട്ട് കൊളംബിയ നിൽക്കുമ്പോൾ മൂന്നാമതാണ് DR കോങ്കോ. അവർക്ക് 3%മാണ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ 4ാമത്, 22% മാത്രമേ അവർക്ക് സാധ്യത കണക്കാക്കിയിട്ടുള്ളൂ. ഗ്രൂപ്പ് എല്ലിലേക്ക് പോകുമ്പോൾ ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട് ഉണ്ട്, ക്രൊയേഷ്യ ഉണ്ട്, ഘാനയുണ്ട്, പനാമയുണ്ട്. സോ ഇതിൽ ഏറ്റവും അധികം സാധ്യത കണക്കാക്കുന്നത് ഇംഗ്ലണ്ടിനാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ സാധ്യത ഇംഗ്ലണ്ടിനാണ്. 75%, ക്രൊയേഷ്യക്ക് 18%, ഘാനയ്ക്ക് 7%, അതുപോലെ തന്നെ പനാമക്ക് 3%മാണ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളായിട്ട് അവതരിപ്പിക്കുന്നത്. കൂടുതൽ വിശകലനങ്ങളൊക്കെ നമുക്ക് വഴിയെ നടത്താം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തെത്താം.